യെസ്, കേരള സർവകലാശാലയിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ക്യാമ്പസിനകത്ത് കയറിയുള്ള പ്രതിഷേധമാണ്. പലയിടത്തും കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗവർണർക്കെതിരെയും VC-ക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത്. പോലീസിനാകട്ടെ SFI പ്രവർത്തകരെ തടയാനോ പ്രതിരോധിക്കാനോ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ കൂടിയാണുള്ളത്. ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടും പലയിടത്തു നിന്നും തിരിഞ്ഞു പോകാതെ SFI പ്രവർത്തകർ മുന്നോട്ട് തന്നെ നീങ്ങുകയായിരുന്നു. കണ്ണൂർ, കാലിക്കറ്റ്, MG സർവകലാശാലകളിലും സമാനമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇത് കണ്ണൂർ സർവകലാശാലയിലെ ദൃശ്യങ്ങളാണ്. അവിടെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ച് പ്രവർത്തകരെ നേരിടുന്ന പോലീസിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ഗവർണർ നിയമിച്ച VC-മാരുള്ള സർവകലാശാലകളിലേക്കാണ്, 4 സർവകലാശാലകളിലേക്കാണ് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. എല്ലായിടങ്ങളിലും സംഘർഷ സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എല്ലായിടങ്ങളിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം SFI പ്രവർത്തകർ ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർമാർക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സനൂപിലേക്കാണ്. സനൂപ്, ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സംഘർഷത്തിനായവ വന്നിട്ടുണ്ട്. പ്രവർത്തകർ നിർബാധം ക്യാമ്പസുകളിൽ വിഹരിക്കുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. അവിടെ ഒരു സംഘർഷം ഉണ്ടാവേണ്ട സാധ്യതയില്ല. ഇനിയിപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള വല്ല നീക്കവും SFIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? പ്രതിഷേധത്തിന് ഒരു അയവും കൂടുതൽ വിദ്യാർത്ഥികൾ സർവകലാശാല കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഓരോ ഭാഗത്തായിട്ട്, അതായത് ചാടിക്കടക്കുകയാണ് വിദ്യാർത്ഥികൾ. ഡോറും മറ്റുമൊക്കെ തല്ലി പൊളിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് വിദ്യാർത്ഥികള്. ഈ കെട്ടിടത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വിദ്യാർത്ഥികൾ പ്രവേശിച്ചിട്ടുണ്ട്. പുറകുവശം വഴിയൊക്കെ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരും സർവകലാശാലയുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും നിൽക്കുകയാണ്. അവർ കഥക് തല്ലി പൊളിച്ചു, ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തിപ്പോൾ കയറുന്നുണ്ട്. ചവിട്ടി പൊളിക്കില്ല, തള്ളി തുറന്നുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. സർവകലാശാലയുടെ അകത്തേക്ക് കയറാൻ വിദ്യാർത്ഥികൾക്കും SFI പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ പ്രതിരോധം എല്ലാം തന്നെ പാളുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. DGP ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഡോറ് തള്ളി തുറന്നതിന് ശേഷം ഇപ്പോൾ ഗ്രില്ലിൽ കിടന്ന് പിടിവലി കൂടുകയാണ് SFI പ്രവർത്തകർ. നേരത്തെ തന്നെ പല ഭാഗത്തു നിന്നായിട്ട് SFI പ്രവർത്തകർ സർവകലാശാലയുടെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. കാവ്യവൽക്കരണത്തിനെതിരെ ഗവർണർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് SFI ഈ ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ആണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. പോലീസ് തുടക്കം മുതൽ തന്നെ പോലീസിന് പാളുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരിടത്തും വിദ്യാർത്ഥികളെ തടയാനോ വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല. അതിനിടയിൽ ഇവിടെ വന്നു തന്നെ വിദ്യാർത്ഥികൾ ഈ ഉന്തും തള്ളുമൊക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടിയും മറ്റുമൊക്കെ പൊട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വിദ്യാർത്ഥികളും SFI പ്രവർത്തകരും ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്തേക്ക് ഈ കെട്ടിടത്തിനകത്തേക്ക് യഥേഷ്ടം ഈ കയറി പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരിടത്തും പോലീസിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഈ സംഘർഷത്തിന് ഒരു അയവും ഇപ്പോൾ വന്നിട്ടുമില്ല. ഇവിടെ ഇപ്പോഴും ഈ പോലീസ് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ SFI പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസും തലങ്ങും വിലങ്ങും കിടന്ന് ഓടുന്നുണ്ട് എവിടെയൊക്കെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം. പക്ഷെ അതെല്ലാം പാളിപ്പോവുകയാണ്. ഈ മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പോലീസിന് ഇത് തടയാനും കഴിഞ്ഞില്ല. കാരണം ഈ 2 ഗേറ്റുകളും പൂട്ടിയിരുന്നു. ഈ 2 ഗേറ്റുകളും സർവകലാശാലയുടെ മുമ്പിലുള്ള 2 ഗേറ്റുകളും പൂട്ടിയിട്ടും ബാരിക്കേഡിന് മുകളിലൂടെയും അതേപോലെ മതിലിന്റെ മുകളിലൂടെയും വിദ്യാർത്ഥികളും SFI പ്രവർത്തകരും ഈ സർവകലാശാലയുടെ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. പലയിടത്തായിട്ട് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ പ്രതിഷേധം അതേപോലെ തുടരുകയാണ്. SFI പ്രവർത്തകരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് കയറി ചെന്നിട്ടുണ്ട്. അവിടെ പോലീസിന് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഘർഷത്തിന് അല്ലെങ്കിൽ അവിടെ നിലവിലെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകാനും കൂട്ടാക്കുന്നില്ല. പ്രതിഷേധം തുടരുകയാണ്. പ്രധാന ഗേറ്റിലുണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം തന്നെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം കാണിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മറ്റ് സർവകലാശാലകളിലും വലിയ
തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇന്ന് കണ്ടത്. കാലിക്കറ്റ് സർവകലാശാലയിലും പ്രവർത്തകർ അകത്തേക്ക് കയറി. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനകത്ത് വരെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവർത്തകർ കയറി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. കണ്ണൂർ സർവകലാശാലയിലും വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതിനെ തുടർന്ന് പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യമൊക്കെ വന്നു. കേരളയിൽ ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 4 ക്യാമ്പസുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SFI നടത്തുന്നത്. ഇവിടേക്ക് ഗവർണർ നിയമിച്ച VC-മാരാണുള്ളത്. അവർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ചാൻസലർ നിയമിച്ച VC-മാർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളയിൽ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ കടന്നിരുന്നു SFI പ്രവർത്തകർ. VC-യുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധവും കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവർത്തകർ നടത്തുന്നുണ്ട്. കേരള സർവകലാശാലയിൽ VC ഇല്ലെങ്കിൽ പോലും VC-യുടെ ചേംബറിന് മുന്നിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ മറ്റ് വിഭാഗത്തിലേക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലേക്കൊക്കെ കടന്നു പോകുന്ന പ്രവർത്തകരെ കൂടിയാണ് കാണുന്നത്. വിജിനിലേക്കാണ്. വിജിൻ, നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? ഹലോ വിജിൻ, സംഘർഷാവസ്ഥയ്ക്ക് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? നിലവിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുക തന്നെയാണ്. എന്തായാലും കൂടുതൽ പ്രകോപനത്തിലേക്ക് പോലീസോ ഒപ്പം തന്നെ SFI പ്രവർത്തകരോ കടന്നിട്ടില്ല. നേരത്തെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ സർവകലാശാല ആസ്ഥാനത്തിന്റെ അകത്ത് കയറി വിവിധ ചേംബറുകളിലൊക്കെ ഓടിക്കയറിയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ മുൻവശത്തെ വാതിൽ തുറക്കാനുള്ള നീക്കമാണ് പുറത്തുള്ള SFI പ്രവർത്തകർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. PS സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറുമ്പോഴും പോലീസിന് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പോലീസ് നിസ്സഹായരായി നോക്കിക്കുന്ന അവസ്ഥയാണ്. ഈ ആദ്യ മെയിൻ ഗേറ്റിന്റെ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച സ്ഥലത്തും ഒപ്പം തന്നെ അതിന് അകത്തേക്ക് SFI പ്രവർത്തകർ കയറിയപ്പോഴും പോലീസ് കൂടുതൽ അവരെ തടയാനുള്ള നീക്കത്തിലേക്ക് കടന്നില്ല. വലിയ പ്രതിഷേധം തന്നെയാണ് SFI പ്രവർത്തകർ എന്തായാലും സർവകലാശാല ആസ്ഥാനത്ത് നിലവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമാനമായ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒരു നാടകീയ രംഗങ്ങളും അസാധാരണ സാഹചര്യവും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു നീക്കത്തിലേക്ക് വീണ്ടും രാജ്ഭവനിൽ നേരിട്ട് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം തടയണം, അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SFI വിവിധ സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ കേരള സർവകലാശാലയിൽ അത് കുറച്ചുകൂടി ശക്തമായ പ്രതിഷേധ മാർച്ചായി മാറി. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി സർവകലാശാലയുടെ ഭരണതലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഗവർണറുടെയും ഒപ്പം തന്നെ വൈസ് ചാൻസലറുടെയും തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന നിലയിലേക്കുള്ള നടപടി പാടില്ല എന്നുള്ള വിമർശനവും ഒപ്പം തന്നെ കോടതി കയറുന്ന നിലയും ഒക്കെ നിലവിൽ ആ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. 2 രജിസ്ട്രാർമാരെ വെക്കുന്ന സാഹചര്യം, ഒന്ന് സിൻഡിക്കേറ്റും ഒന്ന് വൈസ് ചാൻസലറും നിയമിക്കുന്ന സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള നാടകീയ നീക്കങ്ങളാണ് സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധമായി എന്തായാലും SFI പ്രതിഷേധം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ സർവകലാശാല ആസ്ഥാനത്ത് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് വിദ്യാർത്ഥികളെയോ പ്രതിഷേധക്കാരെയോ തടയുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. എന്നാൽ അതെല്ലാം മറികടന്നാണ് SFI പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കയറിയത്. അതിനുശേഷം മെയിൻ കവാടത്തിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നായിരുന്നു പോലീസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഏതായാലും കേരള സർവകലാശാലയിൽ പ്രതിഷേധം തുടരുകയാണെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വിജിൻ വായന്തോട് നൽകുന്നത്.